കയറി വാടാ മക്കളെ എന്നതാണ് എൻ്റെ നയം എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് വിശ്വസിച്ച് ചെന്ന നിഷ്കളങ്കനായ ഒരു പാർട്ടി അനുഭാവിക്കാണോ ഈ ഗതി വന്നത്? നൽകുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ കട്ടപ്പനയിൽ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലാണ് നിഷാദ് വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് കെ.സി. വേണുഗോപാലിന് കൂടിയുള്ള മറുപടിയായിട്ട് കൂടിയാണ് മുഖ്യമന്ത്രി അത് വിശദീകരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുന്നു, തനിക്കല്ല സമനില തെറ്റിയത്, സമനില തെറ്റിയത് ആർക്കാണെന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകുന്നത്. ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്, അത് പാലിക്കാത്തതിനാണ് താൻ മറുപടി നൽകിയത് പൊതുയോഗത്തിൽ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒരു പൊതുയോഗത്തിന് പൊതുയോഗത്തിൻ്റെതായ മര്യാദയുണ്ട്, അത് പത്രസമ്മേളനമല്ല, ചോദ്യം ചോദിക്കാനുള്ള ഇടമല്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. പിണറായി വിജയന്റെ പരിപാടിയിൽ മര്യാദ വേണ്ടെന്നാണോ കെ.സി. വേണുഗോപാലിന് തോന്നുന്നതെങ്കിൽ കുഴപ്പമില്ല എന്നുകൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഇന്നലത്തെ കോന്നിയിലെ തന്റെ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്. ഏതായാലും ഒരു മുഖ്യമന്ത്രി പ്രസംഗം നടത്തുമ്പോൾ ഒരു ചോദ്യം സദസ്സിൽ നിന്ന് ഉയർന്നു വന്നാൽ അതിന് മറുപടി പറയുകയോ മറുപടി പറയാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് പിണറായി വിജയന് തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് മറുപടി പറയുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഏതായാലും തനിക്കെന്തെങ്കിലും വീഴ്ച പറ്റിയെന്ന് അംഗീകരിക്കാൻ ഏതായാലും ഈ ഘട്ടത്തിൽ തയ്യാറല്ല. മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നിലപാട് ഒരു പൊതുയോഗത്തിന് പൊതുയോഗത്തിൻ്റെതായ മര്യാദകളും അത് നടത്തുന്നതിന് ഒരു രീതികളുമുണ്ട്, അത് ചോദ്യം ചോദിക്കാനുള്ള ഇടമല്ല എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതായത് പിണറായി വിജയന്റെ പ്രസംഗം കേൾക്കാൻ വന്നതാണെങ്കിൽ അത് കേൾക്കുക, അല്ലാതെ അവിടെ ചോദ്യമുയർത്തേണ്ടതില്ല, അങ്ങ് അതൊരു വാർത്താ സമ്മേളനമല്ല എന്നാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ന്യായീകരിച്ചുകൊണ്ട് നൽകുന്ന മറുപടി. ഏതായാലും നേരത്തെ നിഷാദ് ചോദിച്ചു, ഒരു നിഷ്കളങ്കനായ പ്രവർത്തകനാണോ ഇത് എന്ന് ചോദിച്ചു. ദാസ് പി ജോർജ് മാധ്യമങ്ങളോട് വിശദീകരിച്ചിരുന്നു. 25 വർഷമായി പാർട്ടി അംഗത്വമുണ്ടായിരുന്ന ആളാണ്, ബ്രാഞ്ചിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അതിനിടയിൽ ജോലി ആവശ്യാർത്ഥം ഇവിടുന്ന് പോകേണ്ടി വന്നതിനാൽ അംഗത്വം പുതുക്കിയിട്ടില്ല. താൻ പാർട്ടി പ്രവർത്തകർക്ക് ഒപ്പം തന്നെയാണ് ഈ പരിപാടി വീക്ഷിക്കാനായി വാഹനത്തിൽ പോയത്. അവിടെ മുന്നിൽ തന്നെ സ്ഥാനം പിടിച്ചു. താൻ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം 20,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരാണ്. അപ്പോൾ കേന്ദ്രമൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ എങ്ങനെയാണ് ഇനി തുടർ വികസനത്തിന് ഫണ്ട് കണ്ടെത്തുന്നത് എന്ന ചോദ്യം ഉന്നയിക്കാനാണ് ആഗ്രഹിച്ചത്. താൻ ചെറുതായി മദ്യപിച്ചിരുന്നു എന്നും ദാസ് വിശദീകരിക്കുന്നുണ്ട്. ദാസ് പറയുന്ന മറ്റൊരു കാര്യം, അവിടെ ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു, തനിക്കാണ് തെറ്റുപറ്റിയത്, അതിനാൽ തന്നെ തനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല എന്ന് സാജു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന കാര്യത്തിൽ ആ വാദം നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് വിഷമമില്ല, കാരണം ഞാൻ വേണ്ടാത്ത തലത്തിൽ ചോദ്യം ചോദിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ ചോദിച്ചാലും ഒരു മനുഷ്യനോട് മറുപടി പറയുന്ന രീതി എങ്ങനെയാണ്? മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ, ഇത് ചോദ്യം ചോദിക്കുന്ന സ്ഥലമല്ല എന്ന് പറയാം, വേണമെങ്കിൽ സോഫ്റ്റായി പറയാം, വേണമെങ്കിൽ കുറച്ച് കടുപ്പിച്ച് പറയാം. അതൊക്കെ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥമുണ്ട് സാജു. നമ്മൾ പന്ത് കളിക്കാൻ പോകുമ്പോഴും വീട്ടുകാരെ പറയരുത് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ടുള്ള ചെറുപ്പമുള്ള ആൾക്കാരാണ്. സോ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് വെച്ചാൽ അത് അധിക്ഷേപത്തിന് അങ്ങേ തലയാണ്. ഈ കഴിഞ്ഞ 20 അഭിമുഖങ്ങളുടെയും കംപ്ലീറ്റ് ഓറ പൊളിക്കുന്ന പരിപാടിയായി പോയില്ലേ ഇത്? തീർച്ചയായും മുഖ്യമന്ത്രി ഈ നടത്തിവന്ന PR പ്രവർത്തനങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അവസാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പുറത്തേക്ക് വന്ന വാചകങ്ങൾ ഒരു പൊതു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ ആ സദസ്സിൽ വിവിധ തലത്തിലുള്ള ആളുകൾ ഉണ്ടാവാം, വിവിധ തരത്തിലുള്ള ആളുകൾ ഉണ്ടാവാം. അവരുടെ ഇടയിൽ നിന്ന് വരുന്ന ചിലപ്പോൾ ഒരു കൂക്കി വിളിയാവാം, ചിലപ്പോൾ കൈയടിക്കലാവാം, ചിലപ്പോൾ മുദ്രാവാക്യം വിളിക്കലാവാം. ഇതിനെയെല്ലാം സമചിത്തതയോടുകൂടി മറുപടി പറയുക അല്ലെങ്കിൽ അതിനെ നേരിടുക എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തകർ പൊതുവെ സ്വീകരിക്കേണ്ട നിലപാട്. അതിന് പകരമായി വീട്ടിൽ പോയി ചോദിക്കൂ എന്ന് മുഖ്യമന്ത്രി ആ സദസ്സിന് മുന്നിൽ മറുപടി പറഞ്ഞത് തികഞ്ഞ മര്യാദകേടാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ വാചകത്തിന് തന്നെ പല തരത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട്. പല നാട്ടിലും പല അർത്ഥതലത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന വാചകമാണ്. നേരത്തെ നിഷാദ് തന്നെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ പോയി പറയടാ എന്ന് പറഞ്ഞാൽ അതിന് പല സമൂഹത്തിലും പല കാലത്തുമുള്ളവർക്കിടയിൽ പലതരത്തിലുള്ള അർത്ഥമുണ്ട്. അത് വീട്ടിലിരിക്കുന്നവരെ പറയുകയാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത്തരം വാചകങ്ങളിൽ നിന്നും പിണറായി വിജയൻ മാറി നിൽക്കണമായിരുന്നു. പ്രത്യേകിച്ച് ഒരു മൂന്നാം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് ആ രീതിയിലുള്ള വലിയ രീതിയിലുള്ള PR വർക്കാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സർക്കാർ എന്ന നിലയിൽ നടത്തി വന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ നൽകിയ അഭിമുഖ പരമ്പരകളിലൂടെ ലക്ഷ്യമിട്ടത് ഒരു മൂന്നാം പിണറായി സർക്കാർ ഇവിടെ അനിവാര്യമാണ് എന്ന് സ്ഥാപിക്കാനാണ്. അവിടെയാണ് അഭിമുഖ പരമ്പരകളിലൂടെ ലക്ഷ്യമിട്ട ഒരു ദൃശ്യത അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു സോഫ്റ്റ് ഇമേജ് പൊളിഞ്ഞു വീഴുന്നതാണ് നാം കാണുന്നത്. നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള വികസന പരിപാടികൾ സർക്കാർ കൊണ്ടുവന്നാലും ഏതൊക്കെ നിലയ്ക്കുള്ള ക്ഷേമ പരിപാടികൾ ആവിഷ്കരിച്ചാലും ആത്യന്തികമായി മനുഷ്യരുടെ അന്തസ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന നിലയ്ക്ക് ആക്ഷേപിക്കാൻ പിണറായി വിജയൻ ആ നിലയ്ക്ക് നമ്മുടെ അധികാരിയല്ല.
ചക്രവർത്തിയുമല്ല. അദ്ദേഹം ആ നിലയ്ക്കുള്ള ഒരു പ്രതികരണമല്ല ഒരു ജനാധിപത്യ നാടിൻ്റെ ഭരണാധികാരി എന്ന നിലയ്ക്ക് നടത്തേണ്ടത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റും, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഒരു വേദിയിൽ സംസാരിക്കുകയാണ്. ബിവറേജസിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് ഞങ്ങളുടെ നയമെന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുക ഒരാൾ എഴുന്നേറ്റ് വന്നുകൊണ്ട് ബിവറേജസ് പൂട്ടല്ലേ CMA എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിർത്താതെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ വെള്ളത്തിൽ മീനുകൾ എന്നതുപോലെ ജീവിക്കണമെന്ന പാഠം പഠിച്ചവരാണ് പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയക്കാർ. പക്ഷെ ഇവിടെ ഒരു പൗരൻ എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അയാളോട് ഇത് ചോദിക്കാനുള്ള സ്ഥലമല്ല എന്ന് പറയുന്നതിന് പകരം അത് വീട്ടിൽ പോയി ചോദിക്കുക എന്ന ധിക്കാര വർത്തമാനം പറയുന്നത് സഹിക്കേണ്ട ഒരു ബാധ്യതയും, ആ നിലയ്ക്കുള്ള ഒരു ഹുങ്കും സഹിക്കേണ്ട ഒരു ബാധ്യതയും സത്യത്തിൽ മലയാളിയായി നമുക്കില്ല എന്നാണ്. കാരണം നമ്മുടെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു ചക്രവർത്തിയല്ല പിണറായി വിജയൻ. അത് പിണറായി വിജയൻ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ കയറി വാടാ മക്കളെ എന്നതാണ് എൻ്റെ ലൈൻ എന്ന് വ്ളോഗറോട് സ്ക്രിപ്റ്റഡ് ഡയലോഗ് പറയുന്ന പിണറായി വിജയനെ വിശ്വസിക്കാൻ സമയമായിട്ടില്ല എന്നാണ് നമുക്കിത് കാണുമ്പോൾ തോന്നുന്നത്.